ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഫ്രൈഡേ എടുത്തിട്ടുള്ളതാണ്. ഫ്രൈഡേ ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ്. അപ്പോൾ ആമി സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേനും അവൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് നന്നായിട്ട് കുളിക്കും. കുളിച്ചതിന് ശേഷം പിന്നെ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ അവൾക്ക് എക്സാം നടക്കുന്നതുകൊണ്ട് ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആദ്യം അവൾ സ്വന്തമായിട്ടൊന്ന് വായിച്ച് പഠിക്കും. അതിനുശേഷം ഞാനൊന്ന് റിവിഷൻ പോലെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ ഒരു 5:30 കഴിയുമ്പോൾ തന്നെ ടെറസിലേക്കൊന്ന് വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ആമിയെ ഒന്ന് കളിപ്പിച്ച് ടെറസിലേക്ക് ഒന്ന് കൊണ്ടുവന്നതിന് ശേഷം കുറച്ചൊന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്തിയതിന് ശേഷം മാത്രമാണ് പഠിപ്പിക്കാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ എക്സാം ആയതുകൊണ്ടാണ് സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ കുറച്ച് നേരം ഒന്നിരുന്ന് പഠിച്ചത്. ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുമല്ല അവൾ പഠിക്കുന്നത്. സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരം പോയിരുന്ന് വായിക്കുന്നതാണ് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്ന തുണികളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം സമയത്താണല്ലോ ഞങ്ങൾ കൂടുതലായിട്ടും ഇവിടെ ടെറസിൽ നിൽക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം ഇവിടെ ആമയെ നിർത്തി കളിപ്പിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേറെ പുറത്ത് പോയി കളിക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ കുറവാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈവനിങ് ടൈമിൽ എപ്പോഴും അങ്ങനെ അവളെ പാർക്കിലൊന്നും കൊണ്ടുപോകാനും പറ്റില്ല. അതുകൊണ്ട് വൈകുന്നേരം ഞങ്ങൾ ടെറസിൻ്റെ മേലെ കൊണ്ടുവരും. കുറച്ച് നേരം ഇവിടെ ഉള്ളവരുന്ന് സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരുപാട് പക്ഷികൾ വരുമെന്ന്. കുറേ ബേഡ്സ്, അതായത് പാരറ്റ് ഉണ്ടല്ലോ, തത്തമ്മ, അതിങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള വീടുകളിൽ ഇതുപോലെ തെങ്ങുണ്ടല്ലോ, തെങ്ങിലിങ്ങനെ മരത്തിൻ്റെ മേലെ കയറി ഇരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട്, അതിലൊക്കെ വന്നിരിക്കും. ഞാൻ എപ്പോഴും ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും. ഇന്നാണ് ഇത് കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറേ എണ്ണം ഉണ്ട് ഇതുപോലെ ഇങ്ങനെ എപ്പോഴും നമ്മുടെ ഗാർഡനിലൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യും. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് അതങ്ങ് പറന്നു പോവുകയും ചെയ്യും. അങ്ങനെ ഇന്ന് നമ്മുടെ ക്യാമറയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അതിനെയൊക്കെ ഒന്ന് നോക്കി നിന്നു. പിന്നെന്താ, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ചൂടൊക്കെ ഒന്ന് പോയി ക്ലൈമറ്റൊക്കെ നന്നായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളും അത്യാവശ്യം നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്. അതിനുശേഷം താഴേക്ക് വന്നിട്ട് നേരെ ആമിയെ കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുന്നത് കേട്ടോ. കാരണം ആമി മുന്നേ ആണെന്നുണ്ടെങ്കിൽ വേറെ ഇങ്ങനത്തെ പണികളൊന്നും ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കില്ലായിരുന്നു. കുട്ടികളെ കുറച്ചൊന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്താനും അവർക്ക് ബോറടിക്കാതിരിക്കാനും ഒക്കെ, പ്രത്യേകിച്ച് അവൾ ഒറ്റയ്ക്കും കൂടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ബോറടിയാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ടിവിയും ഫോണൊന്നും കാണിച്ചു കൊടുക്കില്ല ഇപ്പോൾ. അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കാനായിട്ട് നോക്കും കേട്ടോ. അപ്പോൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല മക്കൾക്കും അതൊരു നല്ലൊരു ഉപകാരമായിരിക്കും. കാരണം അവർക്കും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ എൻഗേജ്ഡ് ആക്കി അവരെ വെച്ചിരിക്കാനായിട്ട് ഒരുപാട് ഈ ഗാർഡനിങ് പോലുള്ള സംഭവങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ദിവസം അവൾക്കിങ്ങനെ മടിയായിരുന്നു. പിന്നെ ആയപ്പോഴത്തേനും നന്നായിട്ട് തന്നെ വെള്ളം ഒഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കറക്റ്റ് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ വൈകുന്നേരങ്ങളിലും അവളാണ് ഇപ്പോൾ നമ്മുടെ ബാൽക്കണിയിലെ ചെടികൾ നനയ്ക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളെ കൊണ്ട് ചെടിക്കൊക്കെ വെള്ളമൊക്കെ നനപ്പിച്ചതിന് ശേഷം പിന്നെ നോക്കിയപ്പോഴത്തേനും നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. ശരിക്കും ഞാനിത് 3-4 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാമൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ ചെറിയൊരു മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും ഞങ്ങൾ താഴെ താമസിച്ചിരുന്നപ്പോഴും ഇതുപോലെ ഞാൻ ചുവരിലൊക്കെ ഇങ്ങനെ വാൾ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ അങ്ങനെ അധികം പരീക്ഷണങ്ങൾ ചെയ്തിട്ടില്ല. നമ്മുടെ പഴയ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, ഇതുപോലെ ഷോക്കേസ് വരുന്ന ഒരു ചുവരുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഒരു ബ്ലാക്ക് കളറും പിങ്ക് കളറും വരുന്നൊരു മയിലിൻ്റെ ഒരു സംഭവം ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഷോക്കേസ് വന്ന സമയത്ത് അതൊക്കെ ഇളക്കി മാറ്റുകയുണ്ടായി. പിന്നെ അതിനുശേഷം ഞാനൊന്നും മേടിച്ചില്ലായിരുന്നു. ആമിയുടെ സ്റ്റഡി ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഇതുപോലൊരു സ്റ്റിക്കർ വയ്ക്കണമെന്ന് കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ നോക്കി വെച്ചിരുന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ പൈസ വന്നപ്പോഴത്തേനും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗുഡ് ഹാബിറ്റ്സിൻ്റെ ആ ഒരു സംഭവമാണ്, സ്റ്റിക്കറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് 1-2 സംഭവങ്ങളുമൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിന് മുന്നേ ഞാൻ ഈ സെയിം സംഭവങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ താഴത്തെ വീട്ടിലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ആമിയുടേത് ഒഴിച്ച്
ആമിയുടേത് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇതേപോലത്തെ തന്നെയായിരുന്നു നമ്മുടെ താഴത്തെ വീട്ടിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തരാം. ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു സൂപ്പർ മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. 500 അടി ഉയരമുള്ള ഒരു മലയിൽ 3 തവളകളിങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മലയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേനും പോകുന്ന വഴിയിൽ തന്നെ തേളും കുറേ അധികം ഇങ്ങനത്തെ ഉപദ്രവിക്കുന്ന കുറേ ജീവികളൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ആ ഒരു മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ 3 തവളകൾ ഇങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ തവളകൾ തമ്മിൽ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, പോകുന്ന വഴിയിൽ ഇതുപോലെ ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് കയറാനായിട്ട് പ്രയാസമാണെന്ന്. ആദ്യത്തെ ഒരു 100 അടി കടന്നപ്പോഴത്തേക്കും ഒരു തവള താഴേക്ക് വീണുപോയി. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴത്തേക്കൊണ്ട് രണ്ടാമത്തെ തവള ഒരു 200 അടി മേലേക്ക് കയറിയപ്പോൾ അതും താഴേക്ക് വീണു. ഇനി ബാലൻസ് ഒരു തവള ഉണ്ടല്ലോ, ആ ഒരു തവള മാത്രം ഏറ്റവും മേലെ എത്തി, മലയുടെ മുകളിൽ അതായത് 500 അടി ഉയരത്തിൽ കയറി മേലെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ തവള മാത്രം എങ്ങനെയാണ് എത്തിയതെന്ന് ബാക്കി 2 തവളകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പരസ്പരം പറയുന്നുണ്ടായിരുന്നു, ഇവൻ മാത്രം എങ്ങനെയാണ് മേലോട്ട് കയറിയത് എന്ന്. അപ്പോഴാണ് അറിയുന്നത് ഈ മേലെ എത്തിയ തവളയ്ക്ക് കാത് കേൾക്കാനായിട്ട് പറ്റില്ല, അതായത് ചെവി കേൾക്കാനായിട്ട് പറ്റില്ല, കേൾവി ശക്തി ഇല്ലാത്തൊരു തവളയാണെന്നുള്ളത്. ശരിക്കും ചെറിയൊരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് ഇതുപോലുള്ള വിഷജന്തുക്കളും വിഷമുള്ള പാമ്പുകളും തേളുകളും ഒക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ വിഷം തുപ്പുന്ന ജീവികളുണ്ടായിരിക്കും. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. ശരിക്കും ഈ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സാറ് ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം പ്രൂവ് ചെയ്ത് ഇപ്പോൾ സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജിൽ, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് നമുക്ക് കുറേയധികം തടസ്സങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ആ ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും കേൾക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. എനിക്ക് ഈ ഒരു സ്റ്റോറി ഇത് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. എനിക്ക് എന്തെങ്കിലും ഇതുപോലെ വിഷമങ്ങൾ വന്ന് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് എനിക്ക് ഈ ഒരു സ്റ്റോറി പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇതിന് മുന്നേയും ഒരുപാട് തവണ ഞാനിത് കേട്ടിട്ടുണ്ടെങ്കിലും ഈ റീസെൻ്റായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു മാനസികമായിട്ടൊരു വിഷമം എനിക്ക് ഉണ്ടാവുകയുണ്ടായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഹസ്ബൻഡ് എനിക്കിതുപോലെ ഈ ഒരു സ്റ്റോറിയുടെ ലിങ്ക് എനിക്കെടുത്ത് അയച്ചു തന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനേക്കാളും ഞാൻ പറഞ്ഞു കേട്ടതിനേക്കാളും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് രജനീകാന്ത് സാറിൻ്റെ ആ ഒരു സ്പീച്ച് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി നോക്കുമ്പോൾ എന്തായാലും കിട്ടും. ശരിക്കും അത് എത്രത്തോളം അർത്ഥവത്താക്കുന്ന വാക്കുകളാണെന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാവുള്ളൂ. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് ഇതുപോലുള്ള നമ്മളെ തളർത്താനായിട്ട് കുറേ ആളുകളുണ്ടായിരിക്കും. നമ്മൾ കാത് കേൾക്കാത്ത ഒരാളിനെ പോലെ നമ്മളൊന്നും കേട്ടില്ല എന്ന് നടിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് സക്സസ്സിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളത് കേട്ട് നോക്കുക. ഹസ്ബൻഡ് എപ്പോഴും എനിക്ക് ഈ ഒരു സ്റ്റോറി എനിക്ക് പറഞ്ഞു തരാറുണ്ട്. പ്രത്യേകിച്ച് ഒരു വിഷമഘട്ടം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഇതുപോലുള്ള വിഷമം വരുന്ന സമയത്തും ഇതുപോലെ ഈ ഒരു സ്റ്റോറിയാണ് കേൾക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ രജനീകാന്ത് സാറിൻ്റെ സ്പീച്ചാണ് കേൾക്കുന്നത്. അദ്ദേഹം ഭയങ്കരമായിട്ടൊരു രജനീകാന്ത് സാറിൻ്റെ ഒരു ഫാനും കൂടിയാണ്. നമ്മളിങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം സാധിക്കണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള കുറേ അധികം നെഗറ്റീവ്സ് കേൾക്കേണ്ടി വരും. അതുപോലെ ഇതുപോലെ കുറേ അധികം നമ്മുടെ ഈ തവളയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മൾ കാത് കേൾക്കാത്ത ആളിനെ പോലെ, നമ്മളൊന്നും കേട്ടിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനിലെത്തും. രജനീകാന്ത് സാറൊക്കെ സക്സസ്ഫുൾ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് കൊണ്ട് അദ്ദേഹം പഠിച്ച് അദ്ദേഹമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണിത്. ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പയർഡ് ആവുന്നൊരു സ്റ്റോറി കൂടിയാണിത്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് എന്തായാലും നിങ്ങളിത് എപ്പോഴും മനസ്സിലിത് ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഫീലോട് കൂടി തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഇതുപോലെ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത്രയ്ക്കും ഹേർട്ട് ടച്ച്
ടച്ചിങ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം എത്രയും നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തുന്തോറും നമ്മളെ തകർത്താനും തളർത്താനുമായിട്ടായിരിക്കും ആളുകൾ ശ്രമിക്കുന്നത്. പല രൂപത്തിലും ആളുകൾ പല വിധത്തിലും ആളുകൾ നമ്മളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ അവിടെയൊക്കെ നമ്മൾ പൊരുതി നേടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നും കേൾക്കാത്തവനായിട്ട് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റോറിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അതിന് മുന്നേ എന്തായാലും ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷം കിച്ചണിലേക്ക് വരാമെന്ന് ഓർത്തു. ഇന്ന് നമ്മൾ നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഫ്രൈഡ് റൈസും പിന്നെന്താ പനീർ ബട്ടർ മസാലയാണ് ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പനീർ ബട്ടർ മസാല ഞാൻ മുന്നേയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് കുറച്ച് നാളായി ചെയ്തിട്ട്. പിന്നെ എന്തായാലും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്യുന്നൊരു രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടുന്ന അരിയൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കുക്കറിലാണ് വെക്കുന്നത് ഫ്രൈഡ് റൈസ്. ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുന്നില്ല. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം പട്ട, ഒരു ഏലക്ക, ഗ്രാമ്പു ഇത്രയും കൂടി ഇട്ടിട്ട് കുറച്ച് സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തതും പിന്നെ ഒരു തക്കാളിയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും നമുക്ക് അരച്ചെടുക്കേണ്ട പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് സ്ലൈസ് ചെയ്തൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല സവോളയും തക്കാളിയൊന്നും. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി വയ്ക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തത്. പേസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് ടേസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. സവോളയും തക്കാളിയും നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചു. പിന്നെ അതിനുശേഷം പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതിനുശേഷം നമുക്കിതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതേ പാന് തന്നെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നു. ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടറിനകത്ത് തന്നെ ഈ പനീർ നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ബട്ടർ ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാൽ മതി. എന്തായാലും നിങ്ങൾ മറ്റേ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി പോർഷൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും ഇത് ബട്ടറിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് റെസ്റ്റോറൻറ്റിലുള്ള ഫ്ലേവർ കിട്ടുന്നത്. അതിനുശേഷം സവാള വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെന്താ മല്ലിപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെ പച്ചമണം പോകുന്നതായിരിക്കും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. നമുക്ക് ഏകദേശം ഒരു അളവ് അറിയാമല്ലോ. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടണം, അതിന് ഇരട്ടിയായിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഗരം മസാല ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ പേസ്റ്റ് അരച്ചപ്പോഴത്തേനും അതിനകത്ത് ഗരം മസാലയൊക്കെ ഇട്ടിട്ടാണല്ലോ അരച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചിട്ടുണ്ടായിരുന്ന പേസ്റ്റും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറി നല്ല തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. ഞാൻ എന്നാലും മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം, എന്നാലാണ് ടേസ്റ്റ് കിട്ടുക. ഇതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കാറുണ്ട് ചിലർ. ഞാനിതൊന്നും ചേർക്കുന്നില്ല, എൻ്റെ അടുത്ത് അതൊന്നും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഷുഗറാണ്. ഞാൻ ഇപ്പോൾ വൈറ്റ് ഷുഗർ അല്ല, ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിനുശേഷം അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് കസ്തൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്താലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ കിട്ടും. ഉലുവയുടെ ഇല ഉണക്കിയതില്ലേ, അത് പൊടിച്ചതാണ്. നമുക്ക് കസ്തൂരി മേത്തി എന്ന് പറഞ്ഞിട്ട് മേടിക്കാനായിട്ട് കിട്ടും. പലർക്കും അറിയാമായിരിക്കും, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ്. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ പനീർ ബട്ടർ മസാല തയ്യാറായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റേ സൈഡിൽ ഞാനിതുപോലെ ഫ്രൈഡ് റൈസും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ചിനും അതുപോലെ നൈറ്റ് ഡിന്നറൊക്കെ കഴിക്കാനും ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് ഇത് കൊടുത്തു വിട്ടാൽ തീർച്ചയായിട്ടും അവർ പാത്രം കാലിയാക്കിയിട്ടേ വീട്ടിൽ വരുള്ളൂ. ഈ പനീർ ബട്ടർ മസാല നമുക്ക് ദോശ, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് പറ്റും. ഞാനിന്ന് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി വീട്ടിൽ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.